listen here. Then we have started the next paragraph. Listen. Anu and Anil walk to their school. All children do not go to schools in their neighborhood. Some go to schools which are far. They go by bus or by rickshaw. All schools are not big like Indian public school. Villages mostly have schools up to class 5 or class 8. Schools up to class 5 are primary schools. Schools up to class 8 are middle schools. Schools up to class 10 are secondary schools. Schools up to class 12 are senior secondary school. Simple കാര്യമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. ഒന്നുമില്ല. ഇറ്റ് ഈസ് അബൌട്ട് എ സ്കൂൾ. ഒരു സ്കൂളിനെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയാം. Then we already say that Anu and Anil, they are two close friends and they are studying in Indian public school. That is the name of their school, Indian public school. Anu and Anil studied there. Indian public school ലാണ് അനുവും അനിലും പഠിക്കുന്നത്. നമ്മൾ പറഞ്ഞു അല്ലേ? Then it is a big school. We already say that the Indian public school is a big school and there are many classrooms in the Indian public school and there are many teachers and one principal. എല്ലാ സ്കൂളിലും എങ്ങനെയാണ് അങ്ങനെയാണ് അല്ലേ? ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടാവും and there are only one principal. ഒരു പ്രിൻസിപ്പാൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? The children love and respect their teachers and they obey them. എല്ലാവരും എന്താണ്, കുട്ടികളൊക്കെ അവരുടെ ടീച്ചേഴ്സിനെയൊക്കെ സ്നേഹിക്കുകയും റെസ്പെക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യും ആൻഡ് ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ ഒബേ ചെയ്യും അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു കുട്ടികളൊക്കെ ടീച്ചേഴ്സ് പറയുന്ന എല്ലാ കാര്യവും അനുസരിക്കുന്ന നല്ല കുട്ടികളാണ്. ആൻഡ് ദെൻ the school has an assembly hall and a library. And school has an assembly hall. അസംബ്ലി ഒക്കെ എന്താണ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു അസംബ്ലി ഹാൾ ഉണ്ട്. ആൻഡ് ദർ ഇസ് എ ലൈബ്രറി ഓൾസോ. ബുക്സ് ഒക്കെ വായിക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈബ്രറിയും ഉണ്ട്. Then there is also a big playground. In every school there is have a big playground. That means Anu and Anil play in the playground with their friends. എല്ലാവരും അങ്ങനെയാണല്ലേ? നിങ്ങൾ സ്കൂളിൽ വന്ന് എന്ത് ചെയ്യും? നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാറുണ്ട് ഇല്ലേ ഗ്രൗണ്ടില്? അത് തന്നെയാണ് മീൻ ചെയ്യുന്നത്. അനുവിന്റെയും അനിലിന്റെയും സ്കൂളിൽ എന്തുണ്ട്? ഒരു വലിയ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. നമ്മുടെ സ്കൂളിലും എന്താണ് പ്ലേ ഗ്രൗണ്ട് ഉണ്ട് അല്ലേ? നമ്മൾ പ്ലേ വിത്ത് അവർ ഫ്രണ്ട്സ് ഇൻ ദ പ്ലേ ഗ്രൗണ്ട്. നമ്മൾ ആ ഗ്രൗണ്ടിൽ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാറുണ്ട്. ദെൻ just like studies, games are too important. അതുപോലെ തന്നെയാണ് പഠിക്കുന്ന പോലെ തന്നെയാണ് എന്ത് ഗെയിംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് അസ് അവർ മസ്കുലർ ഡെവലപ്മെന്റ്. അവർ ഗെയിം നമ്മൾ കളിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മുടെ ബോഡിയൊക്കെ നല്ല സ്ട്രോങ് ആവാറല്ലേ? നമ്മുടെ ബോഡി നല്ല സ്ട്രോങ് ആവാനും നമുക്ക് നല്ല മസിൽസ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടി. മസിലൊക്കെ ഉണ്ടോ എല്ലാവർക്കും? ഉണ്ടോ? എറിക്, നല്ല മസിലൊക്കെ ഉണ്ടോ? ഒന്ന് കാണിച്ച് നോക്കട്ടെ. എല്ലാവർക്കും ഉണ്ടോ നോക്കട്ടെ. നന്നായി കളിക്കുമ്പോഴാണ് എന്താണ് ഇങ്ങനത്തെ മസിലൊക്കെ സ്ട്രോങ് ആയി വരിക അല്ലേ? അപ്പോൾ നന്നായിട്ട് കളിച്ച് അങ്ങനെ കളിക്കുമ്പോഴൊക്കെ നമ്മളെ ബോഡി ഡെവലപ്മെന്റിന് അത് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. എന്ന് വിചാരിച്ച് എല്ലാ സമയത്തും കളിക്കാൻ വേണ്ടി പോരുത്. നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, നമ്മൾ കളിക്കുന്നതും അല്ലേ? നമ്മുടെ ബോഡിയൊക്കെ അനങ്ങുമ്പോഴാണ് നമ്മുടെ ബോൺസ് ഒക്കെ സ്ട്രോങ് ആവുക, നമ്മൾ നല്ല ഹെൽത്തി ആയി മാറുക കളിക്കുമ്പോഴൊക്കെയാണ്. ദെൻ പഠനം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, കളിക്കുക എന്നുള്ള കാര്യവും അല്ലേ? അല്ലാതെ കളി മാത്രമാവാൻ വേണ്ടി പാടില്ല. എന്ത് ചെയ്യണം? പഠിക്കുകയും ചെയ്യണം കൂടെ എന്നാണ് പറയുന്നത്. വി ലേൺ ടു ഷെയർ വെൻ വി പ്ലേ ടുഗദർ. നമ്മൾ എല്ലാവരും ഒന്നിച്ച് കളിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഷെയർ ചെയ്യാനുള്ള കുര്യൻ ഓക്കെ മസിലൊക്കെ ഉണ്ട്. കുര്യൻ നന്നായിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേ. ദെൻ എന്താണ്, നമ്മൾ നന്നായി കളിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യാനൊക്കെ പഠിക്കുക. കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ നമ്മൾ കളിക്കുന്ന നമ്മുടെ ടോയ്സ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യും അല്ലേ? പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ നമ്മൾ ഗെയിം ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ ഷെയർ ചെയ്യാനൊക്കെ പഠിക്കുമെന്നാണ് പറയുന്നത്. ആൻഡ് വെൻ വി പ്ലേ together, all the children come to school in their uniform. It is another thing, uniform our school. Every children have their uniform at their school. Everybody
came to school to wear uniform. യൂണിഫോം വെയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, എല്ലാവരും സ്കൂളിലേക്ക് വരാറ് അല്ലേ. Then they learn good manners at school. We learn the good things and the good manners from the school. നമ്മൾ സ്കൂളിൽ വന്നിട്ടാണ് നല്ല കാര്യങ്ങളൊക്കെ പഠിക്കുക അല്ലേ. നല്ല കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്നും പഠിക്കും, അതുപോലെ തന്നെ നമ്മൾ സ്കൂളിൽ നിന്നും എന്ത് ചെയ്യാൻ വേണ്ടി പഠിക്കും, നല്ല കാര്യങ്ങളൊക്കെ പഠിക്കും. ദേ കീപ് ദെയർ സ്കൂൾ ആൻഡ് ക്ലാസ് റൂം ക്ലീൻ. നമ്മൾ എപ്പോഴും നമ്മുടെ സ്കൂളും ക്ലാസ് റൂമും ഒക്കെ നല്ല ക്ലീൻ ആക്കി വെക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ? മനസ്സിലായോ? ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ദെൻ പുതിയ കാര്യം പറയാൻ വേണ്ടി പോകുന്നതാണ്, ശ്രദ്ധിക്കാം. എറിക്, സയാൻ, വീഡിയോ ഓൺ ചെയ്തേ രണ്ടുപേരും. Anu and Anil walk to their school. All children do not go to schools in their neighborhood. എന്ത് ചെയ്യും? അനു ആൻഡ് അനിൽ വാക്ക് ടു ദ സ്കൂൾ. അനുവും അനിലും എന്ത് ചെയ്യും? സ്കൂളിലേക്ക് നടന്നാണ് പോവാറ്. സോ അവരുടെ വീട് എന്താണ്? സ്കൂളിനടുത്താണ്. സോ അവർ രണ്ടുപേരും എപ്പോഴും സ്കൂളിലേക്ക് നടന്നു പോകും. ബട്ട് all children do not go to schools in their neighborhood. എല്ലാ കുട്ടികളും എന്ത് ചെയ്യാറില്ല? വീടിന്റെ അടുത്തുള്ള സ്കൂളിൽ തന്നെ പഠിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല അല്ലേ. ചില ആളുകൾ എന്താണ്, ഓരോരോ ഫെസിലിറ്റി അനുസരിച്ചാണ് നമ്മൾ സ്കൂളിലേക്ക് വരുന്നത് അല്ലേ. നിങ്ങളുടെ വീടിന്റെ അടുത്ത് ചിലപ്പോൾ വേറെ സ്കൂളുകളൊക്കെ ഉണ്ടാവും. ബട്ട് എന്നാലും നമ്മൾ എല്ലാ ഫെസിലിറ്റിയും നോക്കിയിട്ട് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള നല്ല എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂളിലാണ് നമ്മൾ പോകാറ് അല്ലേ. അടുത്തുള്ള സ്കൂൾ ചിലപ്പോൾ അത്ര നന്നായിട്ട് സ്റ്റഡീസിന്റെ കാര്യത്തിലൊന്നും ലിസൺ ചെയ്യാത്ത സ്കൂളായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെ പോവില്ല അല്ലെ, വേറെ നല്ല സ്കൂളുകളിലേക്ക് പോകും. അപ്പൊ എല്ലാവരും എന്താണ്, വീടിന്റെ അടുത്താണ് സ്കൂളെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ? നടന്നു പോകാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ കുറച്ച് ദൂരെയുള്ള സ്കൂളൊക്കെ ആണെങ്കിൽ സ്കൂൾ ബസ്സിന് പോകണം. അതാണ് പറയുന്നത്. എല്ലാവരും all children do not go to schools in their neighborhood. എല്ലാവരും അവരുടെ വീടിന്റെ അടുത്തുള്ള നൈബർഹുഡ് എന്താണ്, പരിസരത്തൊക്കെ ഉള്ള സ്കൂളിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ then some go to schools which are far. ചില ആളുകൾ ദൂരെയുള്ള സ്കൂളിലേക്ക് പോവാറുണ്ട്. നിങ്ങളുടെ വീടിന്റെ അടുത്ത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒക്കെ സ്കൂൾ ഉണ്ടാവും അല്ലേ. എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക? പോവാറ്. ചിലപ്പോൾ അത് ദൂരെ ആയിരിക്കും അല്ലേ. ദൂരെയാണെങ്കിൽ നമുക്ക് എങ്ങനെയേ പോകാൻ പറ്റുള്ളൂ? They go by bus or auto rickshaw and other vehicle. ദൂരെയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്കൂൾ ബസ്സിന് പോകും, അല്ലെങ്കിൽ ബസ്സിന് പോകും, ഓട്ടോറിക്ഷയിലോ ജീപ്പിലോ ദെൻ മറ്റ് ഏതെങ്കിലും വണ്ടിയിലൊക്കെയാണ് നമ്മൾ ദൂരെയുള്ള സ്കൂളുകളിലേക്ക് പോവുക അല്ലെ. അടുത്തുള്ള സ്കൂളിൽ മാത്രമേ നടന്ന് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ദൂരെയാണെങ്കിൽ എന്ത് ചെയ്യണം? സ്കൂൾ ബസ്സിന് അല്ലെങ്കിൽ റിക്ഷയ്ക്ക് മറ്റേതെങ്കിലും വെഹിക്കിൾസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം പോവാൻ. മനസ്സിലായോ? ദെൻ all schools are not big like Indian public school. എല്ലാ സ്കൂളും എന്താണ്, ഇന്ത്യൻ പബ്ലിക് സ്കൂളിനെ പോലെ വലിയ സ്കൂൾ ആകണം എന്നൊന്നുമില്ല അല്ലെ. ചെറിയ സ്കൂള് ആയിരിക്കാം. ആദ്യം നമ്മുടെ സ്കൂൾ തന്നെ പറയുകയാണെങ്കിൽ ആദ്യം എന്തായിരുന്നു? ചെറിയ ക്ലാസ്സുകൾ മാത്രമായിരുന്നു. ദെൻ അത് മാറി 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 എന്തായി? ഓരോ ക്ലാസ് ആയിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ദെൻ വലിയ സ്കൂളായിട്ട് മാറും ഫ്യൂച്ചറിൽ അല്ലേ. അപ്പൊ മിക്കവാറും സ്കൂളുകൾ അങ്ങനെയാണ്. ചിലപ്പോൾ എന്താകും? വലിയ സ്കൂളായിരിക്കാം, ചിലപ്പോൾ ചെറിയ സ്കൂളായിരിക്കാം. അതൊന്നും എന്താണ്, വലിയ കാര്യമല്ല അല്ലെ. ചില സ്കൂളുകൾ ചെറുതായിരിക്കാം. ആൻഡ് വില്ലേജസ് മോസ്റ്റ്ലി ഹാവ് സ്കൂൾസ് അപ് ടു ക്ലാസ് 5 ഓർ ക്ലാസ് 8. ചെറിയ ഗ്രാമങ്ങളിലൊക്കെ ഉള്ള സ്കൂളുകളാണ് ചിലപ്പോൾ 5ാം ക്ലാസ് വരെയോ 8ാം ക്ലാസ് വരെയൊക്കെ ഉണ്ടാവും. ഓക്കെ ലിസൺ. അപ്പോൾ നമ്മുടെ വില്ലേജിലൊക്കെ ഉള്ള സ്കൂളാണെങ്കിൽ ചിലപ്പോൾ 5th വരെയോ 8th വരെയോ ഒക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ 5ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ ഒക്കെ ഉണ്ടാവുള്ളൂ. ദെൻ സ്കൂൾസ് അപ് ടു ക്ലാസ് 5 ആർ പ്രൈമറി സ്കൂൾ. 5ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളെയാണ് എന്ത് പറയുക? പ്രൈമറി സ്കൂൾ എന്ന് പറയാറ്. 5ാം ക്ലാസ് വരെ ആ സ്കൂളിൽ ക്ലാസ് ഉള്ളൂ എങ്കിൽ അവരെ എന്ത് പറയും? പ്രൈമറി സ്കൂൾസ്. വി കോൾഡ് ദ പ്രൈമറി സ്കൂൾ. ആൻഡ് schools up to class 8 are middle schools. എന്താണ് മോളെ? ഇതുവരെ കേൾക്കുന്നുണ്ടായിട്ട? ആണോ? കേൾക്കുന്നുണ്ടായില്ലേ?
കേൾക്കുന്നുണ്ടായിരുന്നു അല്ലേ? ദെൻ ഒന്നുകൂടെ പറയാം. എന്താണ് പറഞ്ഞത്? എല്ലാ സ്കൂളും എന്താണ് ഇന്ത്യൻ സ്കൂള് പോലെ വലുതല്ല, ചില സ്കൂള് ചെറിയതാണ്. അപ്പോൾ ഗ്രാമങ്ങളിലുള്ള വില്ലേജസിലൊക്കെ ഉള്ള സ്കൂള് ചിലപ്പോൾ 5 മുതൽ 8 വരെയോ 5 8 ക്ലാസ്സുകൾ വരെയൊക്കെ അവിടെ ഉണ്ടാവാറുള്ളൂ അല്ലേ? ദെൻ എന്താണ് 5ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളെയാണ് നമ്മൾ പ്രൈമറി സ്കൂൾ എന്ന് പറയാ. ഒരു സ്കൂളില് 5th സ്റ്റാൻഡേർഡ് വരെയാണ് ക്ലാസ് ഉള്ളതെങ്കിൽ വി കോൾഡ് ദി സ്കൂൾ ഈസ് എ പ്രൈമറി സ്കൂൾ. പ്രൈമറി സ്കൂൾ ആണ്, LP സ്കൂൾ എന്ന് പറയും അല്ലെ? പ്രൈമറി സ്കൂൾ. ആൻഡ് സ്കൂൾസ് അപ് ടു ക്ലാസ് 8 ആർ മിഡിൽ സ്കൂൾ. ക്ലാസ് 8 വരെയുള്ളതിനെ മിഡിൽ സ്കൂൾ എന്ന് പറയും. ദെൻ schools up to class 10 are secondary school. 10ാം ക്ലാസ് വരെയുള്ളവരെ എന്ത് പറയും? സെക്കൻഡറി സ്കൂൾ എന്ന് പറയും. സ്കൂൾ അപ് ടു ക്ലാസ് 12 are senior secondary school. 12 വരെയാണ് അവിടെ ഉള്ളതെങ്കിൽ സീനിയർ സെക്കൻഡറി സ്കൂൾ എന്നും പറയും. ക്ലിയർ ആയോ? ക്ലാസ് 5 are primary school and class 8 middle school, class 10 secondary school, class 12 is senior secondary school. അത്രയേ ഉള്ളൂ ആ പാരഗ്രാഫിൽ പറയുന്നത്. ക്ലാസ് 5 വരെ പ്രൈമറി, 8th വരെ എന്താണ് മിഡിൽ, 10th വരെ സെക്കൻഡറി, 12th വരെ സീനിയർ സെക്കൻഡറി. ഓക്കെ, ക്ലിയർ? അത്രയേ ഉള്ളൂ ആ പാരഗ്രാഫിൽ പറയുന്ന ഒരു കാര്യം. ദെൻ പോർഷൻ എന്താണ് ഇവിടെ കംപ്ലീറ്റ് ആയി. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് എന്ന് വെച്ചാൽ സ്കൂളിൽ എന്താണ് ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് ആൻഡ് എ പ്രിൻസിപ്പൽ, ലൈബ്രറി, സോ മെനി ക്ലാസ് റൂംസ് ആൻഡ് പ്ലേ ഗ്രൗണ്ട്, ഇതൊക്കെ ഒരു സ്കൂളിലുണ്ട് എന്നാണ് പറയുന്നത്. വെരി സിമ്പിൾ പോർഷൻ. ക്ലിയർ? ദെൻ ജുവൽ മരിയ, നമ്മുടെ പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പാരഗ്രാഫ് ഒന്ന് വായിച്ചു മോളെ. Anu and Anil go to a school in their colony. The name of their school is Indian Public School. It is a big school. There are many classes in the school. There are many teachers and the principal. The principal sits in her office. The children love and respect their teacher. They obey them. Okay, മോളെ ജുവൽ, ഇനഫ്. ഓക്കെ, എന്താണ് അനു അനിലും പഠിക്കുന്നത് ഇന്ത്യൻ പബ്ലിക് സ്കൂളിലാണ്. ആൻഡ് ദ നെയിം ഓഫ് ദ സ്കൂൾ ആൻഡ് ഇറ്റ് ഇസ് എ ബിഗ് സ്കൂൾ ആൻഡ് ദർ ആർ സോ മെനി ക്ലാസ് റൂംസ് ആൻഡ് മെനി ടീച്ചേഴ്സ് ആൻഡ് എ പ്രിൻസിപ്പാൾ. ഒരുപാട് ടീച്ചേഴ്സും ഒരു പ്രിൻസിപ്പാളും ഉണ്ട്. ദെൻ അമന, എന്താണ് മോളെ? വായിക്കാനാണോ എന്തെങ്കിലും പറയാനാണോ? വായിക്കാൻ. ഓക്കെ, ദെൻ വായിച്ചോളൂ മോളെ. The school has an assembly hall and a library. There is also a big playground. Anu and Anil play in the playground with their friends. Just the studies games too are important for us. They help us to grow. We learn to share when we play together. All the children come to school in their uniform. They are good manners and school. They keep their school and classrooms clean. Okay, they learn. Anu and Anil walk to their school. All children do not. അമന, മതി മോളെ. എന്താണ് they learn good manners at school എന്നാണ് കേട്ടോ. they are എന്നല്ല. പ്ലീസ് നന്നായിട്ട് നോക്കി വായിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ വായിക്കുന്നത് കേട്ടോ. നന്നായി ശ്രദ്ധിച്ച് മെല്ലെ വായിക്കുക. Then Kurian, read the next paragraph. Kurian, 1 minute, 1 second. And ആ പാരഗ്രാഫിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ the school has an assembly hall and library. എല്ലാ സ്കൂളിലും എന്തുണ്ടാവും? അസംബ്ലി ഹാളും ലൈബ്രറിയും ഉണ്ട്. ആൻഡ് ഓൾസോ എ ബിഗ് പ്ലേ ഗ്രൗണ്ട്. നല്ല വലിയ ഒരു പ്ലേ ഗ്രൗണ്ടും ഉണ്ടാകും. Anu and Anil play in playground with their friends and you and your friends are also play in the playground with your friends. നിങ്ങളും എന്ത് ചെയ്യാറുണ്ട്? പ്ലേ ഗ്രൗണ്ടിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാറുണ്ട് അല്ലേ? കോമൺ ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് അറിയുന്ന കാര്യമാണ് ഇതിൽ പറയുന്നത്. Then
They help us to grow and become strong. നമ്മളെ വളരാനും സ്ട്രോങ് ആയിട്ട് ഇരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? എന്താണ്? കളിക്കുന്നതിലൂടെ നമ്മൾ അങ്ങനെ സ്ട്രോങ് ആയിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ ഇരിക്കും. ആൻഡ് ദെൻ we learn to share when we play together. നമ്മൾ എല്ലാവരും പരസ്പരം ഒന്നിച്ചു കളിക്കുമ്പോൾ എന്ത് ചെയ്യും? Learn to share. ഷെയർ ചെയ്യാൻ വേണ്ടി പഠിക്കും അല്ലെ? നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്യാനുള്ള ഷെയറിംഗ് മെന്റാലിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യും. എപ്പോഴാണ്? We play together. And all the children come to school in their uniform. എല്ലാ കുട്ടികളും എന്ത് ചെയ്യാറുണ്ട്? സ്കൂളിൽ യൂണിഫോം ഒക്കെ വെയർ ചെയ്തിട്ടാണ് വരാറ്. Then they learn good manners at school. They keep their school and classroom clean. സ്കൂളിൽ നിന്നാണ് നമ്മൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ പഠിക്കാറ്. ആൻഡ് എന്ത് ചെയ്യും? They keep their school and classroom clean. സ്കൂളും ക്ലാസ് റൂമും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? നല്ല ക്ലീൻ ആയിട്ട് എപ്പോഴും വെക്കണം അല്ലേ? കുര്യൻ എവിടെ പോയി? വായിക്കാൻ പറഞ്ഞിട്ട് കുര്യൻ അതുവഴി പോയോ? കുര്യനെ കാണുന്നില്ലല്ലോ. Then Rishikesh, can you read the next paragraph? Unmute ചെയ്തേ മോനെ. Unmute ചെയ്തേ Rishikesh. Okay. Read the next paragraph. മിസ്സേ, എന്താണ്? എനിക്ക് ഇത്രയും നേരം കഴിക്കുന്നുണ്ടായില്ല. പിന്നെ എന്തുകൊണ്ട് അപ്പൊ പറഞ്ഞില്ല ഋഷികേഷ്? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. കൈ ഉയർത്തി കാണിക്കണ്ടേ ഒന്ന് ജസ്റ്റ്? Anu and Anil walk to their school. Page number 149. Read the paragraph. Last paragraph. Page number 149. Anu and Anil walk to their school. All children do not go to school in their neighborhoods. Some go to school which are far. They go by bus or by rickshaw. All schools are not big like Indian public school. Villages mostly have schools up to classes 5 or class 8. Schools up to class 5 are primary schools. Primary schools. Primary schools. Schools up to class 8 are middle school. Schools up to class 10 are secondary school. Schools up to class 12 are senior secondary school. Senior secondary school. Okay. ഈ പാരഗ്രാഫിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാല്, ഋഷികേഷ് ദെൻ ക്ലാസ് കഴിഞ്ഞിട്ട് ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ യൂട്യൂബ് ക്ലാസ് എന്തായാലും ഒന്ന് കാണണം കേട്ടോ. ഇതുവരെ കേട്ടിട്ടില്ല എങ്കിൽ യൂട്യൂബ് ക്ലാസ് കേട്ടിട്ട് എന്ത് ചെയ്യാ? എന്തെങ്കിലും ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാ. ഓക്കെ. ദെൻ ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്ന എന്താണെന്ന് വെച്ചാൽ, അനു ആൻഡ് അനിൽ വാക്ക് ടു ദേ സ്കൂൾ. അവർ രണ്ടുപേരും എന്താണ് ചെയ്യാറ്? സ്കൂളിലേക്ക് നടന്നു പോവാണ് ചെയ്യാറ്. ബട്ട് ഓൾ ചിൽഡ്രൻ ഡു നോട്ട് ഗോ ടു സ്കൂൾസ് ദെയർ നൈബർഹുഡ്സ്. അവരുടെ പരിസരത്തുള്ള സ്കൂളുകളിൽ തന്നെ എല്ലാ കുട്ടികളും പോകണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല അല്ലെ? മിക്കവാറും ചിലപ്പോൾ കുട്ടികൾ വീട്ടിന്റെ അടുത്തുള്ള സ്കൂളുകളിൽ പോവാറില്ല, ദൂരെയുള്ള സ്കൂളുകളിലേക്ക് പോവാറുണ്ട്. ദേ ഗോ ബൈ ബസ് ഓർ ബൈ റിക്ഷ. ദേ ഗോ, somebody go through bus and somebody goes by rickshaw and other vehicles. They are depending other vehicles. And all schools are not big like Indian public school. All schools are not big like the Indian public school. എല്ലാ സ്കൂളുകളും എന്താണ്? ഇന്ത്യൻ പബ്ലിക് സ്കൂൾ പോലെ വലിയ സ്കൂളുകൾ ആവണമെന്നില്ല അല്ലെ? മോസ്റ്റ്ലി വില്ലേജസ് ഹാവ് സ്കൂൾസ് അപ് ടു ക്ലാസ് 5 or 8. മിക്കവാറും എന്താണ്? വില്ലേജിലൊക്കെ ക്ലാസ്
5 മുതൽ 8 5ഉം 8ഉം ഒക്കെ ഉള്ള ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക അല്ലേ. വലിയ സ്കൂളുകളൊന്നും എവിടെ ഉണ്ടാകാറില്ല, വില്ലേജസ്. ആൻഡ് schools up to class 5 are called primary schools. Schools up to class 5, 5 വരെയുള്ള ക്ലാസ്സുകളെ എന്ത് പറയും? പ്രൈമറി സ്കൂൾ എന്ന് പറയും. Then schools up to class 8 are middle schools. 8ാം ക്ലാസ് വരെയുള്ളവരെ എന്ത് പറയും? മിഡിൽ സ്കൂൾസ് എന്ന് പറയും. And class 10 are secondary school. Class 10 are secondary school and class 12 are senior secondary school. ഇത്രയേ ഉള്ളൂ ആ പോർഷനിൽ പറയുന്ന കാര്യം. ക്ലിയർ ആണോ? Then അതിന്റെ latest revise കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. Latest revise. A school has many classrooms. We already studied that. ഒരു സ്കൂളിൽ എന്തുണ്ട്? ഒരുപാട് ക്ലാസ് റൂംസ് ഉണ്ട്. And a school has teachers and a principal. സ്കൂളിൽ ടീച്ചേഴ്സും ഉണ്ട്, പ്രിൻസിപ്പാളും ഉണ്ട്. Then there is an assembly hall, a library and a playground in every school. എല്ലാ സ്കൂളിലും എന്തുണ്ട്? അസംബ്ലി ഹാളും ലൈബ്രറിയും പ്ലേ ഗ്രൗണ്ടും ഉണ്ട്. And then villages have primary or middle school. എല്ലാ വില്ലേജിലും എന്തുണ്ട്? പ്രൈമറിയും മിഡിൽ സ്കൂളും ഉണ്ട്. Then schools up to class 10 and class 12 are called secondary schools and senior secondary school respectively. 10ഉം 12ഉം ക്ലാസ്സുകളെ എന്ത് പറയും? Class 10 is എന്താണ്? സെക്കൻഡറി ആൻഡ് ക്ലാസ് 12 is senior secondary school. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അനുവും അനിലും പഠിക്കുന്ന ഒരു സ്കൂളിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുകയാണ് ചെയ്യുന്നത്. ദെൻ എന്താണ്? സ്കൂളിൽ ടീച്ചേഴ്സും പ്രിൻസിപ്പാളും ഉണ്ട്, ലൈബ്രറിയും ക്ലാസ് റൂമുകളും ഒക്കെ ഉണ്ട് എന്നുള്ള സിമ്പിൾ കാര്യമാണ്. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ദെൻ നമ്മുടെ നെക്സ്റ്റ് പോർഷൻ ഒക്കെ എന്താണ്? വലിയ കുഴപ്പമില്ലാത്ത പോർഷനാണ്. ഈ പോർഷൻ എന്താണെന്ന് അറിയാം. നിങ്ങൾക്ക് അതൊരു അത്ര ഒരു ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇതൊരു എന്താണ്? സിമ്പിൾ പോർഷനാണ്. സ്കൂളിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സിമ്പിൾ പോർഷനാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊരു അത്ര ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സിലാകാത്തത്. ചിലപ്പോൾ സ്കൂളുകളെ കുറിച്ചുള്ള ചെറിയൊരു കാര്യമാണ് ഇതിൽ പറയുന്നത്. എന്താണ്? സ്കൂളുകളിൽ ടീച്ചേഴ്സും പ്രിൻസിപ്പാളും ഒക്കെ ഉണ്ടാവും. ഋഷികേഷ്, സിറ്റ് പ്രോപ്പർലി there. What are you doing there? ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ ഋഷികേഷ്? യെസ്. ദെൻ എന്താണ്? സ്കൂളുകളെ കുറിച്ചുള്ള ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. മനസ്സിലായോ? ദെൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാനാണ് ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. റൈറ്റ് T for true or F for false. നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. യു നോ ദാറ്റ് അല്ലേ? എന്താണ്? ശരിയായ സ്റ്റേറ്റ്മെന്റിന്റെ അടുത്ത് എന്ത് എഴുതുക? ട്രൂ എന്ന് എഴുതുക. ആൻഡ് തെറ്റായിട്ടുള്ളടുത്ത് എന്ത് എഴുതുക? ഫോൾസ് എന്നും എഴുതുക. ആൻഡ് ടിക്ക് ദ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ ടിക്ക് ചെയ്യേണ്ടത്. ആക്ടിവിറ്റി ബി. ആക്ടിവിറ്റി എ എന്താണ്? ട്രൂ ഓർ ഫോൾസ്. ആക്ടിവിറ്റി ബി ടിക്ക് ദ കറക്റ്റ് ആൻസർ. ചെയ്തിട്ട് എല്ലാവരും മിസ്സിന് എന്ത് ചെയ്യുക? പേഴ്സണൽ സെൻഡ് ചെയ്യണം. വാട്സ്ആപ്പ് പേഴ്സണൽ. ഓക്കെ. ദെൻ ആൻസർ ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ത് ചെയ്യാം? മിസ് സെൻഡ് ചെയ്ത് തരാം. സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും. ഓക്കെ. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മിസ് ഇന്നോ നാളെയോ തന്നെ സെൻഡ് ചെയ്ത് തരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ചോദിക്കും. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നതിന്റെ നന്നായി പഠിച്ചിട്ട് വേണം വരാൻ വേണ്ടി. നന്നായിട്ട് പോർഷൻ കുറേ തവണ നന്നായി വായിക്കുക. ദെൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സെൻഡ് ചെയ്ത് തരും. ആൻഡ് നന്നായിട്ട് പഠിച്ചിട്ട് വേണം നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരാൻ വേണ്ടിയിട്ട്. ഓക്കെ. ദെൻ ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആൻസറും എന്ത് ചെയ്യണം? ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്യണം. ഓക്കെ. ദെൻ അതിനൊരു ഫൺ ടു ഡു തന്നിട്ടുള്ളത് എന്താണ്? മേക്ക് എ ഡസ്റ്റ്ബിൻ ഫോർ യുവർ ക്ലാസ് റൂം. നിങ്ങളുടെ ക്ലാസ് റൂമിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ്? ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല അല്ലേ? പക്ഷെ നിങ്ങളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? ഇതുപോലുള്ള ഒരു ഡസ്റ്റ്ബിൻ കൺസ്ട്രക്ട് ചെയ്യുക, ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ആണിത്. അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നുണ്ട്. യു വിൽ നീഡ്
one small carton, some colored paper, glue, a sketch pen of any color. എന്ത് ചെയ്യുക? കുറച്ച് കാർഡ്ബോർഡ് അല്ലേ, ചെറിയ എന്തെങ്കിലും കാർഡ്ബോർഡോ ആൻഡ് പേപ്പർ വെച്ചിട്ടായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു ഡസ്റ്റ്ബിൻ ഉണ്ടാക്കുക. ദെൻ ഡസ്റ്റ്ബിൻ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക? മിസ്സിന് അതിൻ്റെ ഫോട്ടോ സെൻഡ് ചെയ്ത് തരിക. ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അങ്ങനെ ഒരു ആക്ടിവിറ്റി ആവട്ടെ അല്ലേ അത്. നിങ്ങൾ എന്ത് ചെയ്യുക? കാർഡ്ബോർഡ് എടുക്കുക, ചെറിയ കാർഡ്ബോർഡ് എടുത്തിട്ട് അതെന്ത് ചെയ്യുക? കുറച്ച് കളർ പേപ്പറും എടുക്കുക. ദെൻ പശ ആൻഡ് സ്കെച്ച് പെൻ, സിമ്പിളായിട്ട് നിങ്ങളുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ട് യൂസ് ചെയ്യാം. ദെൻ കളർ പേപ്പർ ഒന്നും വേണമെന്നില്ല, ജസ്റ്റ് കാർഡ്ബോർഡ് ഹോൾഡ് ചെയ്തിട്ട് ഈ പിക്ചറിൽ കാണുന്ന പോലെ എന്ത് ചെയ്യാം? ഒരു ഡസ്റ്റ്ബിൻ നിങ്ങൾ ഉണ്ടാക്കുക. ആ പിക്ചറിൽ കണ്ടോ? ജസ്റ്റ് കാർഡ്ബോർഡ് മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ മതി. കളർ പേപ്പർ ഒന്നും നിങ്ങൾ ഇനി പുറത്ത് പോയിട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ച് ചെയ്യാൻ നിൽക്കണ്ട. കാർഡ്ബോർഡ് എന്താണ്, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടാവും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ ന്യൂസ് പേപ്പറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെ വെച്ചിട്ടായാലും കുറച്ച് കട്ടിയിലൊരു ഡസ്റ്റ്ബിൻ നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി. ഓക്കെ, സിമ്പിളാണ്. ഈ പിക്ചറിൽ കാണുന്ന പോലെ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചിട്ട് എന്ത് ചെയ്യുക? ഇങ്ങനത്തെ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടാക്കിയിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരിക. ആരാണ് നന്നായിട്ട് നല്ല വൃത്തിയിൽ ഡസ്റ്റ്ബിൻ ഉണ്ടാക്കുന്നത് എന്ന് നോക്കട്ടെ. ദെൻ ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റും ടിക്ക് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റും എന്തായാലും ചെയ്യുക. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മിസ് സെൻഡ് ചെയ്ത് തരും. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ചോദിക്കും. നന്നായി പഠിച്ചിട്ട് വേണം വരാൻ വേണ്ടി. ഫാത്തിമ മെഹറിൻ എന്താണ് മോളെ? ഇന്ന് വേണമെന്നില്ല. ദെൻ ഒരു 2 ദിവസം നെക്സ്റ്റ് ക്ലാസ്സിന് മുമ്പ് അയച്ചു തന്നാൽ മതി. ദെൻ വെനസ്ഡേ ആയിരിക്കും നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്. ദെൻ ഇന്നോ നാളെയോ മറ്റന്നാളോ എടുത്തിട്ട് വെനസ്ഡേ വരെ നിങ്ങൾക്ക് ടൈം ഉണ്ട്. വെനസ്ഡേ വൈകുന്നേരമോ അയച്ചു തന്നാൽ മതി. വെനസ്ഡേ വൈകുന്നേരം നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് ചെയ്യുക? നല്ല ഭംഗിയാക്കി ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തരാം. വളരെ പെട്ടെന്നാവും, ചെറിയ കാര്യമാണ് അല്ലേ. ദെൻ എന്ത് ചെയ്യുക? അത് ചെയ്യുക, ട്രൂ ഓർ ഫോൾസ് ചെയ്യുക, ടിക്ക് ദ കറക്റ്റ് ആൻസറും ചെയ്തിട്ട് വരിക. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിച്ച ശേഷം നെക്സ്റ്റ് പോർഷൻ എടുക്കും. അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ, എന്താണ് നെക്സ്റ്റ് പോർഷനിൽ ഉള്ളത് എന്നൊക്കെ ഒന്ന് നന്നായി നോക്കിയിട്ട് വേണം വരാൻ വേണ്ടി. ഓക്കെ, കഴിഞ്ഞ ദിവസം തന്ന അതായത് വി നീഡ് ഷെൽട്ടർ എന്നുള്ള പോർഷന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നോ? മിസ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ലല്ലോ? ചോദിച്ചിട്ടുണ്ടോ ക്വസ്റ്റ്യൻ? ഇല്ലല്ലോ. ദെൻ ക്ലോസ് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് നോട്ട്ബുക്ക്. ക്ലോസ് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് നോട്ട്ബുക്ക്. Okay, listen. Hannah, unmute ചെയ്തേ Hannah. Okay. What kind of houses do we find in rainy areas? Which type of houses we are constructing in the heavy rain areas? Rain area. നന്നായി മഴ പെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ stilt house. Okay. Stilt house. It is correct or false? Correct ആണോ ഇത്? Stilt house ആണോ? Yes. നമ്മൾ എന്താണ് ഹെവി റെയിൻ ഉള്ള ഏരിയയിലാണ് എന്ത് ചെയ്യാറ്? സ്റ്റിൽട്ട് ഹൗസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാറ് അല്ലേ. ദെൻ ഋഷികേഷ് അൺമ്യൂട്ട് ചെയ്തേ ആൻഡ് ക്ലോസ് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് നോട്ട്ബുക്ക്. ക്ലോസ് യുവർ ടെക്സ്റ്റ് ബുക്ക്. വാട്ട്സ് യുവർ ടെക്സ്റ്റ് ബുക്ക്? Okay. Okay. Then why do we need a house? Why do we need a house? We need house to live. We need house to live. Correct ആണോ? Yes. Then answer. Unmute the answer.
Then, what are the examples of a temporary house? What are the examples of a temporary house? Temporary ഹൗസിനുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ് എന്നാണ്. എന്താണ് ആൻസർ? ഇറ്റ് ഈസ് വെരി സിമ്പിൾ വൺ. പഠിച്ചിട്ടുണ്ടോ ആൻസർ? പഠിച്ചിട്ടില്ല അല്ലെ ആൻസൺ? നന്നായി പഠിച്ചിട്ട് മാത്രമേ നെക്സ്റ്റ് ക്ലാസ്സിൽ കയറുണ്ടു കേട്ടോ. നന്നായിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വായിക്കുക. മാക്സിമം നിങ്ങൾ വായിച്ചാൽ തന്നെ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. മുഹമ്മദ് നാഫി, വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് എ ടെമ്പററി ഹൗസ്? Caravans and tents are examples of a temporary house. Caravans and tents are some examples of a temporary house. Is it true? Correct? Correct ആണോ? Yes, correct ആണ്. And then Farha, unmute ചെയ്തേ. And then what are a kacha houses are made of? What are the materials used to build a kacha house? Wood and stone, straw and mud. Wood, straw, stone and mud are the materials used to build a kacha house. And then Ifra, unmute ചെയ്തേ മോളെ. Why do we need a house? Why do we need a house? Unmute ചെയ്തേ മോളെ. Unmute. Okay, okay. House to live. Okay. We need a house to live and ഒരു പോയിന്റ് കൂടി ഉണ്ടല്ലോ അതില്. It shelters us. It shelters us from heat, cold, rain and wind അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അല്ലേ? Okay, fine. Then Aniha. What kind of houses do we find in rainy areas? silt house. Okay, stilt houses. We can find stilt houses in rainy areas. Okay. Then Anaga. What are tents made of? What are tents are made of? Tents are made of canvas or plastic. Okay, tents are made of canvas or plastic. Canvas or plastic കൊണ്ടാണ് എന്തുണ്ടാക്കുക, ടെന്റ് കൺസ്ട്രക്ട് ചെയ്യുക അല്ലേ? ഫാത്തിമ മെഹറിൻ. Why do we need a house? എന്താണ് ഫാത്തിമ മെഹറിൻ, പഠിച്ചിട്ടില്ലേ?
ദെൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കാൻ പറയുന്നത് എന്തിനാണ്? നന്നായി പഠിച്ചിട്ട് വരാൻ വേണ്ടി തന്നെയാണ് പഠിക്കാൻ പറയുന്നത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തരുന്നത് നന്നായി പഠിച്ചിട്ട് മാത്രമേ ക്ലാസ്സിൽ കയറണ്ടൂ. അമന്ന, വൈ ഡു വി നീഡ് എ ഹൗസ്? പെട്ടെന്ന് മോളെ അമന്ന. അമന്ന, why do we need a house? പഠിച്ചിട്ടില്ലേ മോളെ? ഓക്കെ, എന്താണ് മോളെ? അൺമ്യൂട്ട് ചെയ്തേ. ഒന്നും കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലേ? ചോദ്യം ചോദിച്ചെന്നോട്. വൈ ഡു വി നീഡ് എ ഹൗസ് എന്നാണ് മിസ് ചോദിച്ചത്. ഓക്കെ, ഫൈൻ. എന്താണ് നമ്മുടെ ക്ലാസിന്റെ ടൈം ഇതാ കഴിഞ്ഞു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാ? നമ്മുടെ ഈ അവർ ഷെൽട്ടർ എന്നുള്ള പോർഷനും അവർ സ്കൂൾ എന്നുള്ള പോർഷന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇന്ന് തരും. രണ്ടിന്റെയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നന്നായി പഠിച്ചിട്ട് മാത്രമേ എല്ലാവരും